ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ടും യൂട്യൂബ് ചാനലിലോട്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നമ്മുടെ കറുത്തും ക്ലാവും ഒക്കെ പിടിച്ച് കളറൊക്കെ പോയി നശിച്ച് കിടക്കുന്ന നമ്മുടെ മാലകൾ. ഇപ്പം ഞാൻ മാലയാണ് എടുത്തേക്കുന്നത്. മാലയോ വളയോ എന്തോ ആയിക്കോട്ടെ, പാദസരം എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പൈസ ഒന്നും ചിലവാക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ടിപ്പുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ ഇതിൽ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം 2 ലക്ഷം 3 ലക്ഷം ആളുകളൊക്കെ കണ്ട് ഇഷ്ടംപോലെ പേര് ചെയ്ത് നോക്കി അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈ ഒരു മാലയാണ്. ഈ മാലയ്ക്കകത്ത് ഉള്ള ഇത്രയും അഴുക്കും ക്ലാവും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം അഴുക്കുണ്ട് ഈ മാലയ്ക്കെന്ന്. അപ്പോൾ നമുക്കിത് നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ, അതായത് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്, അതായത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ നമ്മൾ ഈ മാല കടയിൽ കൊടുത്ത് കിട്ടുന്ന അതേ ഭംഗിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മളിതുപോലെ പഴയൊരു പാത്രം മതി കേട്ടോ. ചെറിയൊരു പാത്രം എടുത്തിട്ട് നമുക്ക് നാരങ്ങ നീരാണ് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്. അപ്പം ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നാരങ്ങ നീര് പിഴിഞ്ഞ് ഫുള്ളെടുത്തിട്ട് നമ്മൾ ഈ മാല അതിനകത്തോട്ടൊരു 5 മിനിറ്റോളം മുക്കി വെക്കാൻ പോവാണേ. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കാണും ഇതുപോലുള്ള ആഭരണങ്ങൾ. അപ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ട് നമ്മളിത് കളർ പോകുമ്പം വീണ്ടും പൈസയൊക്കെ കൊടുത്ത് ഒരുപാട് പൈസ നമ്മൾ വാങ്ങിക്കുന്നത് ഭയങ്കര പൈസയാണ്. നമ്മൾ തിരിച്ച് കൊടുത്ത് കളർ മുക്കാൻ കൊടുക്കുമ്പോഴും ഭയങ്കര പൈസയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ അതൊന്നും കൊടുക്കാതെ തന്നെ നമ്മൾ വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാം. നമ്മളിതുപോലെ നാരങ്ങ നീരിനകത്തോട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മുക്കി വെക്കുക. എന്നിട്ട് നമുക്ക് നാരങ്ങത്തോട് കളയണ്ട കേട്ടോ, അതവിടെ വെക്കട്ടെ. നമ്മളിതൊന്ന് തിളപ്പിക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ട്, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതിനകത്ത് ഒരു സ്റ്റീലിൻ്റെ ഒരു അലൂമിനിയം പാത്രമാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ എനിക്കതിനകത്തൊരു ചേച്ചി കമൻറ്റ് ഇട്ടു, അലൂമിനിയം പാത്രത്തിൽ ചെയ്യല്ലേ എന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഈ മാലയും ആ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മാറ്റി വെച്ചിരുന്ന നാരങ്ങത്തോടുകൂടെ നമ്മൾ ഇതിനകത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഇതിനകത്തെ ക്ലാവ്, ഈ നാരങ്ങ നീരിനകത്തോട്ട് പെട്ടെന്ന് നമ്മുടെ മാലയുടെ ക്ലാവ് ഇറങ്ങിപ്പോവേ. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിത് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ. കാണുമ്പം അഭിപ്രായം പറയുന്നതല്ല, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയുക കേട്ടോ. നേരത്തെ എൻ്റെ വീഡിയോയിൽ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ കിട്ടാത്തവരും കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കിട്ടിയവരും ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മളിത് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു 5-8 മിനിറ്റ് മതി കേട്ടോ ഒന്ന് തിളയ്ക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മാല ഒരു പച്ചവെള്ളത്തിനകത്തോട്ട് ഒന്ന് തണുക്കാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ തന്നെ ചെറിയ പാത്രത്തിനകത്ത് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പം നമ്മളിതെല്ലാം നമ്മുടെ അടുത്ത് തന്നെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇത് ഞാനിപ്പം തണുത്ത വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് കുറച്ച് പേസ്റ്റും ബ്രഷും വേണം. ഒരു പഴയ ബ്രഷ്, നമ്മളെല്ലാം പഴയ സാധനങ്ങൾ എടുക്കുക കേട്ടോ. പഴയ ഒരു ബ്രഷ്, കുറച്ച് പേസ്റ്റ്. ഏത് പേസ്റ്റാണെന്ന് ആരും ചോദിക്കേണ്ട, ഏത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം തന്നെ അതിൻ്റെ ക്ലാവും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട്, ആ നാരങ്ങ നീര് കിടന്ന് തിളച്ചിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ പേസ്റ്റും ബ്രഷും ഉപയോഗിച്ചിട്ട് ഈ മാല നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഈ പേസ്റ്റിന് പകരം നിങ്ങൾക്ക് സോപ്പ് പൊടി എടുക്കാം കേട്ടോ. ഡിഷ് വാഷ് പൗഡർ ഏത് വേണേലും, ഡിറ്റർജൻറ്റ് പൗഡർ എടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഉരച്ച് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വെള്ളത്തിനകത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണമേ. അപ്പം ഞാനിപ്പോൾ ഈ 2ാമത്തെ സ്റ്റെപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഒരു സ്റ്റെപ്പ് കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു സ്റ്റെപ്പുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനിന്നത് ചെയ്യുന്നില്ല, വേണമെങ്കിൽ മാത്രം ചെയ്യാവുന്നൊരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഈ മാല ക്ലീൻ ചെയ്ത് കഴിയുമ്പം ലൈവായിട്ടാണ് നിങ്ങളെ ഞാൻ റിസൾട്ട് കാണിക്കുന്നത്. നല്ല 100-101% ക്ലിയറായി വെളുത്ത് നല്ല കളറോടുകൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഷോപ്പിലൊന്നും വലിയ വില കൊടുത്ത് ക്ലീൻ ആക്കേണ്ട കാര്യമില്ല. നമുക്കിത് ചീത്തയാവുന്ന ടൈമിലെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്ത് നമ്മുടെ കഴുത്തിലിടാവുന്നതാണ്. വെറുതെ കാശ് കൊണ്ട് കളയേണ്ട കാര്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് പൈസ കൊടുത്തില്ലേ വാങ്ങുന്നത്. എന്നിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം അതിനകത്ത് ഒരുപാട് അഴുക്കും കാര്യങ്ങളും ക്ലാവും എല്ലാം പോയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ആയിട്ടില്ല, ഞാൻ കാണിച്ചു തരാവേ. ഇനിയിപ്പം നമുക്കിതൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. നമുക്കൊരു തുണിയിലോട്ട്, ഏത് തുണിയാലും കുഴപ്പമില്ല കേട്ടോ, ഒന്ന് ഇതിൻ്റെ നനവൊന്ന് മാറ്റിയെടുക്കണേ. അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നനവ് വേണ്ട, അതുകൊണ്ടാണ് നനവൊന്ന് മാറ്റി ഒന്ന് തുടച്ചെടുക്കണേ.
തുടച്ചതിന് ശേഷം നമ്മളൊരു പാത്രത്തിനകത്തോട്ടൊരു ശകലം മഞ്ഞൾപ്പൊടി കേട്ടോ, നമ്മുടെ വീട്ടിലെ മഞ്ഞൾപ്പൊടിക്കകത്തോട്ട് മാല ഒന്നിട്ട് അതിനകത്തിട്ട് ഒന്ന് പുരട്ടി എടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതാണ് ഞാൻ ഇത്രയും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരുപാട് എടുക്കണ്ട കേട്ടോ, കുറച്ച് മതി. ഇത് അതിനകത്തോട്ടിട്ട് മുക്കി ഇങ്ങനെ ഒന്ന് കറക്കിയൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മളൊന്ന് കഴുകി പിന്നെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞു. അത് കഴിയുമ്പം ഞാൻ വേറൊരു സ്റ്റെപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത്, ആ ഒരു മൂന്നാമത്തെ മഞ്ഞൾപ്പൊടി കഴുകി ഉണക്കി നമ്മൾ തുടച്ചെടുത്ത് കഴിയുമ്പം വേണമെങ്കിൽ നമ്മുടെ പൗഡർ, ടാൽക്കം പൗഡറിനകത്തോട്ട് കുറച്ച് ഇതുപോലെ നമ്മൾ മഞ്ഞൾപ്പൊടി ചെയ്ത പോലെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. പിന്നെ കഴുകേണ്ട കാര്യമില്ല കേട്ടോ. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. വേണ്ടേ, നമ്മുടെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് ഇപ്പം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. നമ്മുടെ മാല ദേണ്ടേ നോക്കി, ഞാൻ ആദ്യം കാണിച്ച മാലയുടെ രൂപമാണോ ഇപ്പം നിങ്ങൾ കാണുന്നതെന്ന്. നല്ല വൃത്തിയായിട്ട് തിളങ്ങി അതിൻ്റെ ക്ലാവും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൊളുത്ത് സഹിതം കാണിച്ചു തരാം. ഇതൊരു മാലയാണ് ഞാൻ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് കൊലുസ് ചെയ്യാം, വള ചെയ്യാം, നമുക്ക് ഇമിറ്റേഷൻ്റെ എന്തൊക്കെ ആഭരണങ്ങളുണ്ട് അതെല്ലാം ചെയ്ത് ഇതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഞാൻ വേറെ 2 വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക. സൂപ്പർ എഫക്റ്റായിട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ് അത്. ഞാൻ കൊലുസ് ചെയ്തിട്ടുണ്ട്, വേറെ മാല ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടേ, നിങ്ങളൊന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കൊളുത്ത് കണ്ടോ നിങ്ങൾ? ഞാൻ പറഞ്ഞില്ലേ, കൊളുത്തൊക്കെ നോക്കി. നമ്മൾ ആദ്യം കണ്ട അത് അല്ല, ഞാൻ എവിടെ നിന്നാണോ വീഡിയോ ചെയ്തത് അതേ സ്ഥലത്ത് തന്നെ ഇരുന്നാണ് നിങ്ങളിതിൻ്റെ റിസൾട്ടും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു വീഡിയോ നിങ്ങളിലോട്ട് എത്തിച്ചത് കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ടിപ്പുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.